ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ്. അപ്പൊ അത് തന്നെ എല്ലാ ദിവസവും രാത്രി ഞാൻ ഒരു ചൂടുവെള്ളം കുടിക്കും ഗൈസ്. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. അപ്പോൾ നേരത്തെ എല്ലാം പറഞ്ഞിരുന്നത് പോലെ നവംബർ അവസാനം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഷാരുവിനെ തിരിച്ച് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഷാരു ഇവിടെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കുറച്ചധികം നാള് പോയി നാട്ടിൽ നിൽക്കാൻ പോണു. കുഞ്ഞുവാങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പോ ഞങ്ങൾ രണ്ടുപേരല്ല, ഒരു കുഞ്ഞുവാവേം കൊണ്ടാണ് വരാൻ പോണെ. അപ്പൊ അതിന് മുമ്പുള്ള അടുക്കി പറക്കലും പാക്കിങ്ങും ലിസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ നിന്ന് ഇനി ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ ഈ മുറിക്കകത്തേക്ക് ഞാൻ പിന്നെ കയറണമെങ്കിൽ ഒരു കുറേ മാസം, ഓൾമോസ്റ്റ് 1 വർഷം എടുക്കുമായിരിക്കും. കാരണം ഒരു 3 മാസം വർക്ക് ഫ്രം ഹോം നാട്ടില്, അത് ഒരു 6 മാസം മെറ്റേണിറ്റി ലീവ്. ഓ എന്റെ മുന്നേ, അതെ ഈ സാധനം ബാക്കിലുള്ള മറന്നുപോയതിന്റെ കാര്യം. ഇതിന് പ്രൊമോഷനൊന്നുമല്ല, കാരണം ഞങ്ങൾക്ക് കാശ് കിട്ടി തുടങ്ങിയിട്ടില്ല. അവിടെ എല്ലാ പ്രൊമോഷൻ തന്നെ ആൾക്കാർ കിട്ടില്ല. കണ്ട പ്രഗ്നൻസി ടൈമിൽ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം യൂസ് ചെയ്യണത് ദ മോംസ്കോയിൻ്റെ ആണ് ഐറ്റംസ്. എല്ലാം ഓൾമോസ്റ്റ് എല്ലാ മോംസ്കോയിൻ്റെ സാധനങ്ങളും ഇവിടെ കാണുമായിരിക്കും. ഇത് ബോഡി ബട്ടർ, ഇത് മോയ്സ്ചറൈസർ, ഇത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇതാണ് ഞാൻ ഫേസിൽ യൂസ് ചെയ്യണത്. കാരണം ഇപ്പോൾ വിന്റർ ആയത് കാരണം ഇവിടെ ഭയങ്കര വലിച്ചിലൊക്കെയാണ്. ഇതെന്താ സ്ട്രെച്ച് ഓയിൽ. ഇതെന്തിനാ, നമ്മുടെ കുഞ്ഞു വളരുന്നതനുസരിച്ച് നമ്മുടെ വയറ് വരുമ്പോൾ ഭയങ്കര ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെയാണ്. പിന്നെ എന്താ മസ്റ്റ് ഹാവ് സാധനമാണ്. ഇത് ആക്ച്വലി പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡ് അല്ല, അല്ലാതെ തന്നെ നമുക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ്. പിന്നെ അതെ ബോഡി ലോഷൻ, കാരണം ബോഡി ബട്ടർ എല്ലായിടത്തും ഞാൻ ഉപയോഗിക്കാം. കയ്യിലൊക്കെ ഞാൻ ബോഡി ലോഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഡ്രസ്സ് പെറക്കിക്കൊണ്ട് എൻ്റെ ഡോക്ടറിൻ്റെ അടുത്ത് ഇത് ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ ഇതൊക്കെ ഞാൻ മേടിച്ചേക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ സ്ട്രെച്ച് ക്രീം മാത്രം വേറൊരു ക്രീം പ്രിഫർ ചെയ്തു. ഇത് ഡോക്ടർ തന്ന ക്രീമാണ് ആക്ച്വലി, ലൂസിയാര ക്രീം. ബാക്കിയെല്ലാം ഡോക്ടർ എൻ്റെ അടുത്ത് ഇത് തന്നെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇതൊക്കെ നനയ്ക്കണേ ഞാനില്ലാത്തപ്പോ. ഇത് ആക്ച്വലി ഇത് ഇത്രയും കുഞ്ഞു കഷ്ടത്തിൽ നിന്ന് ഞാൻ വളർത്തി വലുതാക്കി. ഇത്ര നാളൊക്കെ ആയിരുന്നു 3-4 മാസത്തിനുള്ളിൽ ആ സാധനം ഉണങ്ങി വരണ്ട് ആവൂല. അങ്ങനെ ആവൂല എന്ന് പറഞ്ഞു കൊണ്ടുപോണ നാട്ടിലേക്ക്. കിടുക്കാച്ചായിട്ട് വളരെ ഇതൊക്കെ കണ്ടോ കൊണ്ടുപോണോ? ഇത് ചത്തു ഈ എന്നെ ആയിരിക്കില്ല കേട്ടോ പിന്നെ കാണാൻ പോണേ. അപ്പൊ നമുക്ക് നമ്മളുടെ പാക്കിംഗ് സംഭവങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. മനുഷ്യ ഇവിടെ 4 ജന്മങ്ങളുണ്ട്. ഇതിനൊക്കെ ഫുഡ് കൊടുക്കൂലേ താൻ? ഇതൊക്കെയാണ് നമ്മള് സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല പാക്കൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണം. ഇതിപ്പോ എല്ലാം കൂടി നമ്മള് ഹോളിലോട്ട് മാറ്റാൻ പോവാണ്. ഇതൊക്കെ വേണം ജോലി ചെയ്യാൻ. കിടക്കാനിരുന്നു അലകുട്ടിയൊക്കെ നാട്ടില് മീന് തീറ്റ കൊടുക്കണോട്ടാണ്. 4 മീനുണ്ട്, 2 ഗപ്പി 2 നിയോണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കാണണം. ഒരുമിക്ക ഡിസൈൻ അറിയാനുണ്ട് എനിക്ക്, വേറെ ആണെങ്കിൽ മനസ്സിലാവും. എന്നിട്ട് പോയി സാധനങ്ങൾ എടുത്ത് നല്ല തണുപ്പുണ്ട്. കഴിഞ്ഞത്തേക്കാളും വലിയ വിന്ററാണ് ഇത്തവണ പറയണേ. ഇത് നമ്മുടെ സ്റ്റവ്. നമ്മൾ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട സാധനമേ അല്ല. സ്റ്റൗ ചീത്ത ആയതുകൊണ്ട് നാട്ടിൽ കൊണ്ട് നന്നാക്കാൻ വേണ്ടി വിന്റർ കഴിഞ്ഞ ഭയങ്കര പറയുന്നത്. കഴിഞ്ഞ ചൂടുള്ള നാട്ടിലേക്ക് പോക്കുണ്ട്. അടുത്ത സെറ്റ് ഐറ്റം കുറച്ച് പാത്രങ്ങളെല്ലാം കൂടി നാട്ടിലോട്ട് കൊണ്ടുപോകാനുണ്ട്. ഇത് ആക്ച്വലി ഇതിനകത്ത് നമ്മളുടെ കുറച്ച് സ്ക്രാച്ച് വീണ നോൺ സ്റ്റിക്ക് ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെയാ. അപ്പോൾ അതൊക്കെ നാട്ടിൽ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്ത് വേറെ മേടിക്കാൻ
അടുത്തായിട്ട് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ഫസ്റ്റ് സാധനം വരികയാണ് ഡ്രസ് ഐറ്റംസ്. ഇതിനകത്ത് എന്ത് ഡ്രസ്സാ? ആ ഓക്കെ, അതിനകത്താണ് എൻ്റെ മെറ്റേണിറ്റി വെയർസും പുറത്തിടാനുള്ള ഡെലിവറി വരെ ഹോസ്പിറ്റൽ ചെക്കപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് വെക്കുന്നതാണ് അതിനകത്ത്. ഇത് ഫുൾ ബേബി ഐറ്റംസ് ആണെന്നാണ് എൻ്റെ നിഗമനം. അല്ലെങ്കിൽ യെസ്, നഴ്സിംഗ് ബ്രാസ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ബേബി ടവൽ അങ്ങനെയുള്ള ഇവിടുന്ന് മേടിച്ച ഐറ്റംസ് ഒക്കെയാണ് അതിനകത്ത്. ഇത് നമ്മുടെ അനുക്കുട്ടിക്കുള്ള വെഡിങ് ഗിഫ്റ്റ് ആണ്. ഇതൊക്കെ കൊടുക്കുമ്പോ ഇത് ഞങ്ങളുടെ ഡ്രസ് ഡ്രസ് ഇത് ബ്രാൻഡ് കാണിക്കുമ്പോട്ടാണ് സർപ്രൈസ് അല്ലേ. ഓക്കെ, ഈ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ടൈമിൽ മേടിച്ച സാരി ഓർഗനൈസേഴ്സ് ആണ്. അത് ആക്ച്വലി ഭയങ്കര ഹാൻഡി ആണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ വർഷത്ത് കാണിച്ചത്. ഓക്കെ, ഒരു മിനിറ്റ് പിന്നെ ആ സൈഡും തുറന്നേരാ വാർഡ്രോബിന്റെ. മൂവ് കണ്ടോ, പൊടി പിടിക്കാതിരിക്കാൻ ഞാൻ പോണ സമയത്ത് ഇവിടെ വെക്കാനുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ ഇതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പൊടി പിടിക്കാതിരുന്നോളും. എടുത്തോ. ഇത് ഒരു ഫുൾ സെറ്റ് ഒരു മാസത്തേക്കുള്ള മെഡിസിൻസ് ആണ് ഇതൊക്കെ. പക്ഷെ അവിടെ ചെന്ന് ഡോക്ടറിനെ കാണുമ്പോൾ ഡോക്ടർ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും കേട്ടോ. ഇത് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന മാസ്ക്, പിന്നെ ഷാരുവിൻ്റെ ചില വേറെ സെറ്റ് മെഡിസിൻസ്, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് ഇതിനകത്തെല്ലാം ഉള്ളത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തെടുക്കുകയാണ്. എൻ്റെ മുഖവും അതും കൂടി ഒന്നിച്ച് കിട്ടൂല, കിട്ടണ്ട. ഇതെല്ലാം കൂടി കാറി കയറും എന്നുള്ളത് അറിഞ്ഞൂടാ കേട്ടോ. തലകുത്തി പിടിച്ചേക്കണേ. ബേബീസ് മോഡലും ബ്ലാങ്കറ്റും ഇതിനകത്ത്. എന്തായിരുന്നു എൻ്റെ വീട്ടിലിടാനുള്ള 4 മാസത്തേക്കുള്ള വീട്ടിലിടാനുള്ള ഡ്രസ്സുകൾ. ലാപ്ടോപ്പും ഇല്ലേ ഇതിനകത്ത്? മറ്റേ ശരിയാക്കാനുള്ള ലാപ്ടോപ്പ്, മറ്റേ ശരിയാക്കാനുള്ള ഫോണും ഉണ്ട്. അത് ഇത് ആക്ച്വലി ടോയ്ലറ്റ് കിറ്റ് അല്ലേ, അത് ഇപ്പൊ വെക്കണ്ടാന്ന് തോന്നുന്നു. ഡയറക്റ്റ് കാറിലേക്ക് വെച്ച വേണ്ട, അത് ഹോസ്പിറ്റലുകളുടെ ഞങ്ങൾ ഓരോ ഹോസ്പിറ്റലിൽ വിളിച്ച് അവിടുത്തെ ഫെസിലിറ്റീസും കോഡ്സും ഒക്കെ എടുത്തത് ഹോസ്പിറ്റൽ കമ്പാരിസൺ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം. Things to bring from Bangalore in December. Pregnancy pillow, feeding pillow, baby receiving blanket, plastic, അത് ഇത് ചക്ക മാങ്ങ കുറെ സാധനം. ചില അത് മേടിച്ചിട്ടില്ലാട്ടോ പോലെട്ടാ. അയ്യോ, എന്റെ ജിം റൂട്ടൻ താഴെ കിടക്കുന്നു. സോഫ്റ്റ്വെയർസ് കുറേ ഉണ്ട്, പക്ഷെ ഇതിനോട് ഇത് പ്രത്യേകത ആയത് കാരണം ഇത് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഗൈസ്. ഇതിവിടെ വെച്ചുകൊണ്ടിരിക്കാത്തതിന്റെ വേറൊരു റീസൺ, ഇതിനെ കാണുമ്പോൾ പലർക്കും ബാഹുബലി ആക്കാൻ തോന്നും, എറിഞ്ഞ് കളിക്കാൻ തോന്നും, അത് വെച്ച് ഫുട്ബോളാണ്. ഇതൊക്കെയാണ് ഇതിനെ ഇവിടെ എന്റെ കൺവെട്ടത്തില്ലെങ്കിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പിന്നെ ചൂലൊന്നും നാട്ടിൽ കിട്ടൂലേന്ന് ആരും ചോദിക്കരുത്. നാട്ടിൽ കിട്ടും, പക്ഷേ ബാംഗ്ലൂരിലെ ചൂല് കിട്ടില്ലല്ലോ.
ബാംഗ്ലൂരിലെ ചുലി കിട്ടണമെന്നില്ല, അതിന് ആക്ച്വലി 49 രൂപ എന്തോ ഉള്ളൂ. അപ്പൊ അമ്മയ്ക്ക് കുനിഞ്ഞടിച്ചു വരാൻ പാടായതായിരുന്നു. ഞാൻ മേടിച്ചോണ്ട് കൊണ്ടുവരാനോ പാത്രം കഴുകാനുള്ള പുഴടം തിരിച്ചു വരുമ്പോ പാത്രം കഴുകാനുള്ള ലിക്വിഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കന്യാസാണത്. ഇതിന്റെ കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് നിന്നടിച്ചു വരാനാണ് എളുപ്പം, കുനിഞ്ഞടിച്ചു വരാൻ അപ്പൊ വയ്യ അമ്മയ്ക്ക്. അപ്പൊ 49 രൂപയ്ക്ക് ഇവിടെ ഇത്രയും വലിയൊരു ചൂല് കിട്ടുമ്പോ നമ്മൾ ഒബ്വിയസ്ലി കാരണം കൂടി പറഞ്ഞ സ്ഥിതിക്ക് അത് മേടിച്ചോണ്ട് വരും അല്ലേ? അടുത്ത സാധനം, ഇതും നാട്ടിൽ കിട്ടാത്ത ഐറ്റം ഒന്നും അല്ല, പക്ഷെ ഇവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് വൈ ബൈ എക്സ്ട്രാ എന്ന് തോന്നി. അപ്പം ഇതിന്റെ ഷാരുവിന്റെ ഓഫീസ് ബാഗ് ആണ്. ഓഫീസിൽ കൊണ്ടുപോകാനുള്ള യോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ കൊണ്ടുപോകാറുണ്ട്, മാത്രം പോവാറുള്ളൂ. പക്ഷെ ഇത്തവണ നാട്ടിലോട്ട് ലാപ്ടോപ്പും പിന്നെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗ്. ഞാൻ ഓഫീസിൽ പോവാറുണ്ട്, ഞാൻ പോകുമ്പോ ഇതേ ബാഗ് തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. കഥം അല്ല, മറ്റേ പെട്ടിയുണ്ട്. മറ്റേ പെട്ടിയോ? എന്റെ അമ്മേ, ഇത് എന്റെ ഒരു ഫുൾ ഇത് ഞാൻ പറഞ്ഞു വെക്കട്ടെ. ഫുൾ സൈഡ് ഓഫ് വാർഡ്രോബ് ഒഴിച്ചിട്ട് അത് ഫുൾ ഡ്രസ്സുകളായിരുന്നു. എന്റെ ഡ്രസ്സ് വെക്കാൻ ആകെ ചെറിയൊരു കള്ളി മാത്രമേ ഉണ്ടായിരുന്നു. ആ ഒരു സൈഡ് ഫുൾ പോലെ ഉണ്ടായിട്ടു. അതിനകത്ത് പകുതി പെട്ടി സാധനങ്ങൾ വെക്കാം. ഓക്കെ, ആ ഒരു സൈഡിന്റെ ഹാഫ്. ഇതേ ഇതുപോലത്തെ ഒരു ഡ്രോവർ. ആക്ച്വലി ഇത് 4 അല്ലേ, 7 ആണോ നമ്മൾ മേടിച്ചത്? 6ഓ 5 ആണോ? ഓക്കെ, 5 or 6 ഡ്രോസ് ഉള്ളത് നമ്മൾ തന്നെ മേടിച്ചിട്ടുണ്ട്. അതും ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ടൈമിൽ തന്നെയാണോ ബിഗ് ബില്യൺ ഡേയ്സ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫ്ലിപ്കാർട്ടോ ആമസോൺ, ഫ്ലിപ്കാർട്ടാണെന്ന് തോന്നുന്നു എനിക്ക് മേടിച്ചതാ. അപ്പം നമ്മൾ ബേബിയുടെ നാപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വയ്ക്കാം വീട്ടിലൊന്ന് വിചാരിച്ചു. പക്ഷെ അതൊക്കെ ഓപ്ഷണലാണ്. ആക്ച്വലി ഇതിനകത്ത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കാറിലോട്ട് കയറ്റുമോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ നമ്മൾ ഈ ഡ്രോവർ, പിന്നെന്തെന്നാ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓപ്ഷണലായിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പൊളേട്ടന്റെ സെക്കൻഡ് ട്രിപ്പിന്, ഫൈനൽ ട്രിപ്പിന് പൊളേട്ടൻ വരുമ്പോ ഫുൾ കേരള ടു ബാംഗ്ലൂർ ട്രിപ്പുകളാണ് കൊണ്ടുവരാം എന്നാണ് വിചാരിച്ചിരുന്നത്. കയറുന്ന അത്രയും കയറ്റും. മാക്സിമം ഡിക്കിൽ തന്നെ വയ്ക്കാനുള്ള അത്ര ഐറ്റംസ് എടുക്കാൻ ആണ് ഇപ്പോഴത്തെ പ്ലാൻ. വൈ? ബിക്കോസ് എനിക്കൊന്ന് കിടക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ചിലപ്പം ബാക്കിൽ സ്പേസ് വേണ്ടി വരുമായിരിക്കണം. അപ്പം അങ്ങനെ ഓപ്ഷണലായിട്ട് നമ്മൾ വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഈ ട്രിപ്പിന് തന്നെ വന്നോ, ഈ സെറ്റ് തന്നെ കൊണ്ടുവരണോ എന്നുള്ളത്. ബാംഗ്ലൂരിലോട്ട് വന്നപ്പോൾ നമുക്ക് ഇത്ര ലഗേജ് ഉണ്ടായിരുന്നു. എന്താ പറയാനുള്ളത്? ഇപ്പൊ നവംബർ 30 നാട്ടിലോട്ട് പോവാണ്. എന്നിട്ട് ഡിസംബർ 10 ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു വരും, കാര്യനെ അവിടെ ആക്കിയിട്ട്. എന്ത് ചെയ്യും ഞാനില്ലാത്തത്ര ദിവസം? എന്ത് ചെയ്യാനാ, ജീവിച്ചല്ലേ പറ്റും. എനിക്ക് ജോലിക്ക് വേണം. ഓഫീസിൽ ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് ജോലിക്ക് വേണം. അത് കാരണം ഞാൻ തിരിച്ചു വരും. എന്നിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് ഒറ്റയ്ക്ക് ഫുഡും കഴിച്ച് പിന്നെ ചിലപ്പോൾ ട്രിപ്പൊക്കെ പോകും. അങ്ങനെയൊക്കെ പ്ലാനിനകത്താണ് നിൽക്കുന്നത്. പക്ഷെ 2 ആഴ്ച പിന്നെ ഞാൻ തിരിച്ച് നാട്ടിൽ പോകും. അത് കഴിഞ്ഞ് 1 ആഴ്ച പിന്നെ തിരിച്ചു വരും. പിന്നെ 2 ആഴ്ച പിന്നെ തിരിച്ചു. നമ്മള് ഫസ്റ്റ് ഡോക്ടർ വിസിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നാണ് നെക്സ്റ്റ് ചെക്കപ്പ് പറയണേ, ഇതിനോടനുബന്ധിച്ച് നാട്ടിലോട്ട് വരും. പിന്നെ ജാനുവരിയിൽ വന്നു കഴിഞ്ഞാൽ അനുക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം നാട്ടിലുണ്ടാവും. ഞങ്ങളുടെ എന്നെ മിസ് ചെയ്യണ പറ. I will definitely miss you. അതൊരു ഉള്ളി തട്ടി പറയാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ. I will definitely miss you. ഉറപ്പായിട്ടും മിസ് ചെയ്തിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ പാക്കിംഗ് വ്ലോഗ്. ബാക്കി ഞങ്ങൾ യാത്രക്കിടയിൽ ഇടയ്ക്ക് വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും. ഫുൾ കാണുക. അത് ലാസ്റ്റ് ഡേ പാക്ക് ചെയ്യാം. ഇതിനകത്തുനിന്ന് കുറച്ച് ഷോർട്സ് എനിക്ക് എടുക്കാനുണ്ട്.
ഹായ് പെർഫ്യൂംസ് പാക്ക് ചെയ്തില്ല, എപ്പോഴാണ് ഓർക്കുന്നത്. പെർഫ്യൂംസ് പാക്ക് ചെയ്യണം, ആ ബോഡി ലോഷൻ ഒക്കെ പാക്ക് ചെയ്യണം. ഓക്കെ അപ്പം ടാറ്റ ബൈ ബൈ. ബൈ ബൈ.